നമ്മുടെ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെയും വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെയും 83-ാം ഊട്ട് നേർച്ച തിരുനാളാണ്. ഹായ്, ഇന്ന് ജൂലൈ 18 എടത്തിരുത്തി ഫൊറോന പള്ളിയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി. നമ്മുടെ ശ്രീ ലാലു മാളേക്കലിൻ്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളെല്ലാം ചേർന്ന് നല്ല അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കി. അതുപോലെ തന്നെ ശ്രീ റോബിൻ വലിയവീട്ടിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇലുമിനേഷന് സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള്. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളിപ്പോ ഞങ്ങളുടെ കർമ്മലനാഥ പള്ളിയില് ഊട്ടുതിരുനാളിന് വേണ്ടി മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുക, മാങ്ങച്ചാർ ഉണ്ടാക്കാനായിട്ട്. മാങ്ങച്ചാറ് ഇതാണോ ആദ്യത്തെ ഊട്ടുതിരുന്നാളിന്റെ ഭാഗമായിട്ട്? ആദ്യത്തെ ഊട്ടുതിരുനാളിന്റെ ഭാഗമായിട്ട് മാങ്ങച്ചാറാണ് ആദ്യം. സദ്യയുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, സദ്യയുടെ ആദ്യത്തെയാണ് മാങ്ങച്ചാറ്. നാളെ ഞങ്ങൾ ഇനി പച്ചക്കറികൾ അരിയാനായിട്ട് നാളെ രാവിലെ തുടങ്ങി ഈ സമയത്ത് പച്ചക്കറികൾ അരിയാനായിട്ട്. അപ്പൊ മാങ്ങരിയില് നിങ്ങള് ഏത് സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്? അങ്ങനെ സംഘടനകളൊന്നുമില്ല, ഞങ്ങള് പള്ളിയിലെ പൊതുവായിട്ട് ഫൊറോന പള്ളിയിലെ എല്ലാവരും കൂടി അമ്മമാരാണ്. അമ്മമാര് മാത്രല്ല, അപ്പന്മാരും ഉണ്ട് അല്ലേ? അപ്പന്മാരുണ്ട്. ഞങ്ങൾക്ക് അമ്മമാര് അങ്ങനെ ഒരു പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കണം, ഇടവക ജനങ്ങള് മൊത്തം. അപ്പൊ ഇടവക ജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള സദ്യയാണ് ഇപ്രാവശ്യത്തെ എടത്തിരുത്തി ഫൊറോന പള്ളിയിൽ നടക്കണത് അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മാങ്ങ അരിച്ചിലൊക്കെ. മാങ്ങ നല്ല പുളിന്റെ മാങ്ങ, ചിലത് നല്ല പുളിയുണ്ട്, ചിലത് ഞങ്ങള് തിന്നോണ്ടിരിക്കുന്നുണ്ട്, പുളി കുറവുണ്ട്. കുഴപ്പമില്ല. അപ്പൊ അച്ചാറ് അടിപൊളിയാവട്ടെ അല്ലെ? അച്ചാർ അടിപൊളിയാവട്ടെ. അച്ചാറിന്റെ ബാക്കി പണികളൊക്കെ കലവറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അച്ചാറ് ഇടോ? ഇന്ന് അച്ചാറിടും. അപ്പൊ പെരുന്നാള് മറ്റന്നാളാണ്. ഇന്ന് അച്ചാറിട്ട് ഭംഗിയാക്കി വെക്കും. അപ്പൊ മറ്റന്നാളത്തേക്ക് അതിന് ടേസ്റ്റ് കൂടും. അടിപൊളി. അപ്പൊ എല്ലാം ഭംഗിയാവട്ടെ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ മാങ്ങച്ചാറ് തയ്യാറാക്കുന്നത്, പിന്നെ സാമ്പാറിനുള്ള മസാലകളൊക്കെ തയ്യാറാക്കുന്ന ചടങ്ങുകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇത് പാവർട്ടിയിലുള്ള വിജയൻ ചേട്ടൻ പാവർട്ടി പള്ളിയില് ലത്തീം പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണം വയ്ക്കുന്ന ആളുണ്ട്. നമ്മുടെ തൃശ്ശൂര് ലത്തീം പള്ളിയിലും അതുപോലെ പാവർട്ടിയില് പള്ളിയിലൊക്കെ ഉള്ള മെയിൻ കാര്യങ്ങള്, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കണം. വിജയൻ പാവർട്ടി അല്ലെ? നമസ്കാരം. കിട്ടിയത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. പള്ളിയിൽ ചെയ്യുന്നത് ഇപ്പൊ ലാലുണ് എന്നോട് ഇവിടെ പരിചയപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് 10-20ഓളം പള്ളികളിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അതില് തൃശ്ശൂര് ലത്തീംപള്ളി, പുത്തൻപള്ളി, പിന്നെ ഇരിങ്ങാലക്കുട പള്ളി, വേലുപ്പാടം, അങ്ങനെ കുറെ പള്ളികൾ 10-20ഓളം പള്ളികളിൽ ഞാൻ ജോലി ചെയ്യുന്നു. ആദ്യമായിട്ടാണ് എടത്തിരുത്തി പള്ളിയിൽ കിട്ടിയത്. എല്ലാം ഭംഗിയായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എടത്തിരുത്തിയിലേക്ക് അപ്പൊ ഇന്ന് ആദ്യം നിങ്ങള് അച്ചാറിലാണ് തുടങ്ങണേ? ആദ്യം അച്ചാറൂടെ കൂട്ടി വയ്ക്കും. ഇനിയിപ്പോ അതിന്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പുളിഞ്ചി, ഈ ചെത്തുമാങ്ങ അച്ചാറ്, പിന്നെ കൂട്ടുകറി, സാമ്പാറ്, ഗോതമ്പ് പായസം, ചോറ്, ഇത്ര വിഭവങ്ങളാണ് ഉണ്ടാകുന്നത്. നാളെ മുതലാണ് ബാക്കിയുള്ള പണികൾ ആരംഭിക്കാം. എല്ലാം നന്നായി. നമുക്ക് ഏറ്റവും നല്ല പച്ചമാങ്ങ കിട്ടിയ പ്രാവശ്യം. ഈ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് നല്ലൊരു പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാലാളിച്ചിട്ട് ഒരു മാങ്ങ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. പുളിയില്ല, എന്നാ മീഡിയം പുളി, നല്ല അച്ചാറായിട്ട് മാറുന്നത്. നല്ല അച്ചാറാവാനുള്ള വഴിയുണ്ട് അല്ലെ? അടിപൊളി. ഓവർ പുളിയില്ല, നല്ല. അപ്പൊ ഓക്കെ, നാളെ ഇതിന്റെ കടുക് പൊട്ടിക്കാനുണ്ടാവും അല്ലെ? ഇന്നത് കൂട്ടി വെക്കൂ അല്ലെ? നമ്മളാ എടത്തിരുത്തിയിൽ ആദ്യമായിട്ട് ഇപ്പൊ മാങ്ങാച്ചാറും. അപ്പൊ എടത്തിരുത്തിയിൽ ആദ്യമായിട്ട് മാങ്ങാച്ചാറും. അതുപോലെ നമ്മുടെ അമ്മമാരാണ് ഇതൊക്കെ അരിഞ്ഞത് അല്ലെ? അമ്മമാരെ അരിഞ്ഞ് ഇവിടെ ആൾക്കാരെ നമ്മുടെ ഇടവക ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു സദ്യന് ഇപ്രാവശ്യം ആൾക്കാർക്ക് കിട്ടാൻ പോണത് അല്ലെ? പച്ചക്കറി നമ്മുടെ ആൾക്കാർ. അപ്പൊ നാളെ പച്ചക്കറി അരിയാൻ അമ്മമാര്, അപ്പന്മാര്, നമ്മുടെ ഇടവക ജനങ്ങളായിരിക്കും, എല്ലാവരും ഉണ്ടാവും. ആദ്യമായിട്ട് നമ്മുടെ ആൾക്കാരെ അപ്പോ ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന മിസ്റ്റർ ലാലു മാളിയേക്കൽ എന്ന ലാലു ചേട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ.
സുനിച്ചേട്ടാ അതൊന്ന് കഴിച്ചു നോക്ക്. നമ്മുടെ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് പോളിന്റെയും 83-ാം ഊട്ട് നേർച്ച തിരുനാളാണ്. ഇന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് അല്ല എങ്കിലും ബഹുമാനപ്പെട്ട 2 വൈദികരെയാണ് ഈ തിരുനാളിൻ്റെ ഇല്ലൂമിനേഷൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ഒന്ന് റാഫേൽ പെരിഞ്ചേരി അച്ഛൻ, അച്ഛന്മാർ 2 പേരും CMI സഭാംഗങ്ങളാണ്. അതുപോലെ തന്നെ പുല്ലൂര് കോവന്തയിലെ അച്ഛന്മാരാണ്. ഈ ദിവസം നമ്മളെ കുമ്പസാരിപ്പിക്കാനായിട്ട് എത്തിയത് വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഈ സ്വിച്ച് ഓൺ കർമ്മം ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈ സമയം നിർവഹിക്കുന്നതായിരിക്കും. ഭക്ഷ്യനിർഭരമായ രീതിയിൽ അത് നിർവഹിച്ചു കൊണ്ടുപോകുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് 83-ാമത്തെ വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. അങ്ങനെ വിചാരിച്ച് നിങ്ങളെ ഈ കുമ്പസാരത്തിന് വിളിക്കുകയും അതിനുശേഷം ഈ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കർമ്മം നിങ്ങൾ നിർവഹിക്കും. ഹലോ, നമസ്കാരം. എല്ലാ കൺവീനർമാർക്കും പെരുന്നാൾ കൺവീനർമാർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ജനറൽ കൺവീനർ തന്നെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയ ഉപകാരമായിരിക്കും. ഇത് നമ്മുടെ ഡേവിസേട്ടനാണ് നമ്മുടെ പെരുന്നാളിന്റെ കരിമരുന്ന് പ്രയോഗങ്ങൾ കൺട്രോൾ ചെയ്യണത്. ഇത് നമ്മുടെ കൈക്കാരന്മാര് 2 പേരുണ്ട്. ഫിലിപ്പേട്ടനുണ്ട്, വർഗീസേട്ടനുണ്ട്. ഇവരാണ് നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ആളാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആള്. ഇന്ന് ലൈറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തേക്കണത് റോബിയാണ്. പോൾസൺ ചേട്ടനാണ് നമ്മുടെ പന്തല് കാര്യങ്ങള്, ഫുൾ പന്തല് കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും പോൾസൺ ചേട്ടനാണ്. ആളാണ് നമ്മുടെ ജോയിന്റ് കൺവീനർ. ലൈറ്റ് ഇതിന്റെ ജോയിന്റ് കൺവീനർ ആണ്. ഫിലിപ്പേടൻ നമ്മുടെ കൈക്കാരന്മാരിൽ ഒരാളും കൂടിയാണ്. ഇത് നേരത്തെ പറഞ്ഞ വർഗീസേട്ടൻ. ഇവർ 2 പേരാണ് നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആള് ലോനിച്ചേട്ടൻ നമ്മുടെ പബ്ലിസിറ്റി കൺവീനർ ജോയിന്റ് കൺവീനർ ആണ്. പബ്ലിസിറ്റി കൺവീനറും കൂടി ഉണ്ട്. ആളാണ് നമ്മുടെ സുനിൽ ചേട്ടൻ നമ്മുടെ ഭക്ഷണത്തിന്റെ ജോയിന്റ് കൺവീനർ ആണ്. പിന്നെ ഇത് നമ്മുടെ വളണ്ടിയർ ക്യാപ്റ്റനാണ്. നാളത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വളണ്ടിയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഡേവിസേട്ടനാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് നമ്മളിപ്പോ സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞു. 7 മണിക്ക് അച്ഛന്മാര് സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. നാളെ തൊട്ട് പാചകത്തിൻ്റെതായ കാര്യങ്ങൾ മുൻപോട്ട് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചക്ക് മാങ്ങയുടെ പരിപാടി, മാങ്ങാച്ചാർ ഇട്ടു. നാളെ ഇനി രാവിലെ തൊട്ട് പച്ചക്കറി അരിയിൽ തുടങ്ങും. അത് കഴിഞ്ഞ് ഇനി പിന്നെ ഇഞ്ചമ്പുളി ഉണ്ടാക്കൽ രാവിലെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഓരോരോ കറികളായിട്ട് ഉള്ള കറികളുടെ പ്രിപ്പറേഷൻ തുടങ്ങും. അത് കഴിഞ്ഞ് വൈകുന്നേരം തൊട്ട് നമ്മൾ കറികൾ വെച്ച് തുടങ്ങും. ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. 5:30 നമ്മൾ നേർച്ച പാക്കറ്റ് വിതരണം തുടങ്ങും. നാളെ വൈകിട്ട് 5:30 നേർച്ച പാക്കറ്റ്. അതാണ് നമ്മുടെ എല്ലാവരും നമ്മോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി, നമസ്കാരം. ജൂലൈ 18, 2025 എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളിയിൽ നടന്ന കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലിലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.